ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശത്തിന്റെ പേരിൽ സഭയിൽ ബഹളം. ഹിന്ദു എന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടത്തുകയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ആണെന്ന രാഹുലിന്റെ പരാമർശമാണ് ഭരണപക്ഷ പ്രതിഷേധത്തിന് കാരണമായത്. ഇതോടെ രാഹുലിന്റെ പ്രസംഗത്തിൽ മോദി ഇടപെടുകയായിരുന്നു. ഹിന്ദുക്കളെ മുഴുവൻ ആക്രമികൾ എന്ന് വിളിച്ചത് ഗൗരവതരമാണെന്ന് മോദി പറഞ്ഞു. എന്നാൽ മോദിയും BJPയും RSSും അല്ല മുഴുവൻ ഹിന്ദു സമൂഹം എന്ന് രാഹുൽ തിരിച്ചടിച്ചു. പ്രസംഗത്തിലുടനീളം മോദിയെയും BJPയെയും രാഹുൽ കടന്നാക്രമിച്ചു. ഇന്ത്യ എന്ന ആശയത്തിന് ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ചെറുത്തുനിന്ന ആളുകൾക്ക് നേരെ ആസൂത്രിതമായ ആക്രമണം നടന്നിട്ടുണ്ട്. ഞങ്ങളിൽ പലരും വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടു. ചില നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ്. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും കേന്ദ്രീകരണത്തെ ചോദ്യം ചെയ്ത ദരിദ്രർക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച പലരെയും തകർത്തു കളഞ്ഞു. മോദിയുടെ ഉത്തരവിൽ ഞാൻ ആക്രമിക്കപ്പെട്ടു. അതിൽ ഏറ്റവും രസകരമായ ഭാഗം 55 മണിക്കൂർ നീണ്ട EDയുടെ ചോദ്യം ചെയ്യലാണ്, രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. നമ്മളെ സംബന്ധിച്ച് അധികാരത്തെക്കാൾ വലുതൊന്നുണ്ട്, അത് സത്യമാണ്. പരമാത്മാവ് മോദിജിയുടെ ആത്മയുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു. ബാക്കിയുള്ളവരെല്ലാം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ജീവശാസ്ത്രപരമായ ജീവികൾ മാത്രമാണ്. മഹാത്മാഗാന്ധിയെ ഒരു സിനിമയിലൂടെയാണ് ലോകം അറിഞ്ഞതെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഈ ധാർഷ്ട്യം മനസ്സിലായോ? ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ധൈര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു മതം മാത്രമല്ല. എല്ലാ മതങ്ങളും ധൈര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മഹാന്മാരെല്ലാം അഹിംസയെക്കുറിച്ചും ഭയം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ സ്വയം ഹിന്ദു എന്ന് വിളിക്കുന്നവർ ആക്രമണത്തെയും വിദ്വേഷത്തെയും അസത്യത്തെയും കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇവർ ഹിന്ദുക്കളല്ല, രാഹുൽ പറഞ്ഞു. ഇതിന് പിന്നാലെയായിരുന്നു മോദിയുടെ ഇടപെടൽ. അതേസമയം രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത്ഷായും ആവശ്യപ്പെട്ടു. ഹിന്ദു എന്ന് വിളിക്കുന്നവർ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കോടിക്കണക്കിന് ആളുകൾ തങ്ങൾ ഹിന്ദുക്കളെന്ന് അഭിമാനത്തോടെ വിളിക്കുന്നവരുണ്ട്. ആക്രമണത്തെ ഏതെങ്കിലും മതവുമായി ബന്ധിപ്പിക്കുന്നത് തെറ്റാണ്. രാഹുൽ മാപ്പ് പറയണം, അമിത്ഷാ പറഞ്ഞു. അതേസമയം പുതിയ ക്രിമിനൽ നിയമത്തെ ന്യായീകരിച്ച് അമിത്ഷാ, ബ്രിട്ടീഷ് കാലത്തിൽ നിന്ന് മോചിതമായി ഇപ്പോഴാണ് പൂർണ്ണമായും സ്വദേശപരമായ ക്രിമിനൽ നിയമ സംവിധാനം ഉണ്ടായതെന്ന് അമിത്ഷാ പറഞ്ഞു. ഭരണഘടനയുടെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണിത്. ഈ നിയമം പൂർണ്ണമായി നടപ്പാക്കി തുടങ്ങിയാൽ ഏറ്റവും ആധുനിക രീതിയിലുള്ളവയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ നിയമങ്ങൾ പ്രകാരം FIR വേണമെന്നില്ല. പരാതികൾ ഓൺലൈൻ രജിസ്ട്രേഷനായി നൽകാം. സമൻസുകൾ ഇലക്ട്രോണിക് മോഡിലോ നൽകാം. ഇതുപോലെ സെർച്ച് ഓപ്പറേഷനുകളുടെ വീഡിയോ നൽകാം. ഇവയെല്ലാം വേഗത്തിൽ വിചാരണ പൂർത്തീകരിക്കാൻ സഹായിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം പാർലമെന്റിൽ ബിൽ പാസാക്കുന്നതിന് മുമ്പുള്ള ചർച്ചകളൊന്നും കേന്ദ്രം അനുവദിച്ചില്ലെന്ന വാദങ്ങളെ അമിത്ഷാ തള്ളി. ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു. ഇവിടെ വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. അവരുടെ 95% നിർദ്ദേശങ്ങളും അംഗീകരിച്ചിരുന്നു. പാർലമെന്റിൽ ദീർഘനേരം ചർച്ചകളും വാദങ്ങളുമെല്ലാം ബില്ലിന്മേൽ നടന്നിരുന്നു. 34 MPമാർ 9.5 മണിക്കൂറോളം ആ ചർച്ചയിൽ പങ്കാളികളായി. പ്രതിപക്ഷ MPമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷമാണ് നിയമം പാസാക്കിയതെന്ന പ്രതിപക്ഷ വാദത്തെയും അമിത്ഷാ തള്ളി. ലോക്സഭയിൽ ചർച്ചകൾ നടന്നിരുന്നു. രാജ്യസഭയിൽ 6 മണിക്കൂറോളമാണ് നടന്നത്. 40 അംഗങ്ങൾ അതിൽ പങ്കെടുത്തു. സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ പുറത്തുപോയ ശേഷമാണ് ബിൽ പാസാക്കിയതെന്ന കാര്യം തെറ്റാണെന്നും അമിത്ഷാ പറഞ്ഞു. പുതിയ ക്രിമിനൽ നിയമ ഭേദഗതി ബിൽ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിക്ക് മുമ്പാകെ ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ആ ദിവസം ബിൽ പാസാക്കുമെന്ന് പ്രതിപക്ഷത്തിന് അറിയാം. എന്നാൽ പ്രതിപക്ഷം അതിനു മുമ്പേ സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അവർക്ക് ചർച്ചകളിൽ പങ്കെടുക്കാൻ താല്പര്യം കാണില്ലായിരിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. അതേസമയം രാജ്യത്തെ ജനങ്ങളെ താൻ അഭിനന്ദിക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 77 വർഷത്തിന് ശേഷം നമ്മുടെ നിയമ സംവിധാനം പൂർണ്ണമായും സ്വദേശിയായി മാറിക്കഴിഞ്ഞു. പാരമ്പര്യങ്ങളും മൂല്യങ്ങളും അനുസരിച്ച് അവ പ്രവർത്തിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. പുതിയ ക്രിമിനൽ നിയമത്തിൽ നിന്ന് നിരവധി പേർക്ക് ഗുണം ലഭിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ നിയമത്തിൽ മുൻഗണന നൽകുന്നുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഇനി വിചാരണകൾ വൈകില്ല, പകരം വേഗത്തിൽ നടക്കും. വേഗത്തിൽ നീതി ലഭ്യമാക്കും. മുമ്പ് പോലീസിന്റെ അവകാശങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇരകളുടെയും പരാതിക്കാരുടെയും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുമെന്നും അമിത്ഷാ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വിചാരണയ്ക്കും കേസിനും മുൻഗണന നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു. മധ്യപ്രദേശിലെ ഗോളിയോറിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. മോട്ടോർ സൈക്കിൾ മോഷണത്തിനാണ് കേസ് എടുത്തതെന്നും അമിത്ഷാ പറഞ്ഞു.